ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് വ്ളോഗ്സ്. ഈ വീഡിയോയിൽ ദീപാവലി വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദീപാവലി ആഘോഷം നമ്മളിൽ ഓർമ്മ പുതുക്കുന്നത് രാമായണം, ഭാഗവതം കഥകളിലേക്കു തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ദീപാവലി വിശേഷങ്ങളാവാം. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും, മരണത്തിൽ നിന്നും അമരത്വത്തിലേക്കും നയിക്കണമേ. എല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ. ദീപാവലിയുടെ ഐതിഹ്യം. വിജയദശമി നാളിൽ രാവണവധം കഴിഞ്ഞതിനു ശേഷം ശ്രീരാമൻ കുറച്ചു ദിവസങ്ങൾ കൂടി ലങ്കയിൽ താമസിക്കുന്നുണ്ട്. രാവണന്റെ അനുജനായ വിഭീഷണനെ രാജാവായി വാഴിക്കുവാനായിരുന്നു ലങ്കയിൽ നിന്നത്. വിഭീഷണന്റെ അഭിഷേകശേഷം ശ്രീരാമനും പരിവാരങ്ങളും അയോധ്യയിലെത്തുന്നു. വനവാസം കഴിഞ്ഞ് 14 വർഷങ്ങൾക്കു ശേഷം തിരിച്ചെത്തുന്ന രാമനെ സ്വീകരിക്കാൻ അയോധ്യ മുഴുവൻ ഒരുക്കങ്ങൾ തുടങ്ങുന്നു. പുഷ്പക വിമാനത്തിൽ വന്നിറങ്ങിയ ശ്രീരാമൻ കണ്ടത് ദീപാലങ്കാരങ്ങളോടുകൂടി തന്നെ സ്വീകരിക്കാൻ ആയി നിൽക്കുന്ന സ്നേഹസമ്പന്നരായ അയോധ്യ ജനതയാണ്. ഈ മഹാസ്വീകരണത്തിന്റെ ഓർമ്മയ്ക്കായാണ് വീടുകളിൽ ദീപം കത്തിച്ചു വച്ച് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്. ശ്രീരാമനെ വരവേൽക്കാനായിട്ട് രാജവീതിയിൽ 2 ഭാഗങ്ങളിലും ഒരുപാട് ദീപങ്ങൾ കത്തിച്ചു വെച്ച് രാമനെ സ്വീകരിക്കാനായിട്ട് രാജ്യം മുഴുവൻ ആഘോഷിക്കുകയായിരുന്നു. ഇതുകൂടാതെ നരകാസുര വധത്തിനു ശേഷം തിരികെ എത്തിയ ശ്രീകൃഷ്ണന്റെ സ്വീകരണമായും പറയുന്നുണ്ട്. ദീപാവലിക്ക് അങ്ങനെ വേറൊരു ഐതിഹ്യം കൂടിയുണ്ട്. ദീപങ്ങളുടെ നീണ്ട നിരയാണ് ദീപാവലി. ദീപങ്ങൾ തെളിച്ചും പടക്കങ്ങൾ പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ദീപാവലി ആഘോഷിക്കുന്നുണ്ട്. കേരളത്തിൽ പൊതുവെ ദീപാവലിയുടെ ആഘോഷം കുറവാണെങ്കിലും തമിഴ്നാട് എല്ലാം വളരെ നന്നായിട്ട് ആഘോഷിച്ചു വരുന്നുണ്ട്. ഒരുപാട് നാളത്തെ തിന്മയുടെ കീഴിൽ ഞെരിഞ്ഞമർന്നിരുന്ന സാധുജനങ്ങളുടെ ഒരു മോചനമായും ദീപാവലിയെ ആഘോഷിക്കുന്നു. പല വിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും മറ്റു ദുരിതങ്ങളും സഹിച്ചിരുന്നവർ എല്ലാം മറന്ന് ആഘോഷിക്കുകയാണ് ദീപാവലി. ഒരുപാട് നാളത്തെ പ്രിയപ്പെട്ടവരുടെ വിരഹം സഹിച്ചിരുന്നവർ ആനന്ദപൂർവം ഒരു പുനഃസമാഗമം ആഘോഷിക്കുന്നു. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. എപ്പോഴും പ്രാർത്ഥിക്കുക. നല്ലത് കാണുവാനുള്ള കണ്ണുകൾക്ക് വേണ്ടിയും ക്ഷമിക്കാൻ കഴിയുന്ന ഒരു മനസ്സിന് വേണ്ടിയും നല്ലത് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ചിന്തകൾക്ക് വേണ്ടിയും നമ്മൾ വിശ്വസിക്കുന്നവരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുള്ള ഒരു വിശ്വാസത്തിന് വേണ്ടിയും. എല്ലാവർക്കും നന്മയും എല്ലാവരുടെ ആഗ്രഹങ്ങളും സഫലീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.